ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? രാവിലെ 2:30 ആട്ടോ ടൈം. ഫുഡൊക്കെ പാക്ക് ചെയ്തത് എങ്ങോട്ടാണെന്നല്ലേ, നമ്മൾ സലാലയ്ക്ക് പോകുക കേട്ടോ. സലാലയ്ക്ക് പോകുന്നത് ഭയങ്കരമായ പ്ലാൻ ചെയ്തൊന്നും അല്ല കേട്ടോ പോകുന്നത്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ട്രിപ്പ് പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഇതാകുമ്പോൾ നമുക്ക് കാറിൽ തന്നെ പോയിട്ട് വരാം എന്നുള്ളൊരു പ്ലാനിലാട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 13 മണിക്കൂറോളം കാറിൽ തന്നെ ഇരിക്കണം എന്നുള്ളതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് ഹോട്ടലൊക്കെ വളരെ കുറവാണെന്നൊക്കെ ഇങ്ങനെ ബ്ലോഗിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ പാക്ക് ചെയ്തു. ഒരു 5:15 കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് നല്ലൊരു സൺറൈസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ അലൈൻ റൂട്ട് പിടിച്ചിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നതും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വഴിയായിരുന്നു കേട്ടോ അത്. ഏകദേശം ഒരു 13 മണിക്കൂറോളം ഇനിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയി ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ 8 മണിക്കൊക്കെ ആയപ്പോൾ നമ്മൾ ഏകദേശം ബോർഡർ എത്താറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അലൈൻ റൂട്ട് നല്ല രസമായിരുന്നു കാണാനായിട്ട്. അവിടെ ഇതേപോലെ 2 സൈഡ് നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ബോർഡർ എത്തുന്നത്. ബോർഡറിൽ നമുക്ക് ID കാർഡ്, പാസ്പോർട്ട്, അതിനൊക്കെ തന്നെ മുൾക്ക കാർഡ്, പിന്നെ നമ്മൾ ഒറിജിനൽ പേപ്പർ തന്നെ വേണം കേട്ടോ മുൾക്കയുടേത്. പിന്നെ നമ്മൾ ഒമാൻ വിസയൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ ത്രൂ ഇപ്പോൾ എടുക്കാം കേട്ടോ. പിന്നെ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ വിളിച്ചിട്ട് നമുക്ക് ഓറഞ്ച് കവർ കാർഡ് ഇൻഷുറൻസ് ആക്കാം. അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 180 ദിർഹംസാട്ടോ നമുക്ക് ആയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടെ നിന്ന് തന്നെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കടയിൽ നിന്ന് നമ്മൾ സിമ്മും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സിമ്മിന് ഏകദേശം ഒരു 210 രൂപ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ അവിടെ നമ്മളൊരു എവിടെ നമ്മുടെ ബോർഡറിൻ്റെ അവിടെ ഒരു 170 രൂപ നമ്മളല്ലാതെ ഒരു പേ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 250 രൂപയ്ക്ക് 210 ദിർഹംസിന് നമ്മൾ സിം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഡേറ്റ യൂസ് ചെയ്യാം കേട്ടോ. കുട്ടികളെയൊക്കെ വണ്ടിയിൽ ഇരുത്താനായിട്ട് അത്യാവശ്യം ഡേറ്റ വേണം കേട്ടോ. ഇല്ലാതെ അതേപോലെ തന്നെ നമ്മൾ എവിടെ ലൊക്കേഷൻ ഇട്ട് പോയാലും നമുക്ക് ഡേറ്റയുടെ ആവശ്യമുള്ളതുകൊണ്ട് കുട്ടികളൊക്കെ ഉള്ളവർ മാക്സിമം അൺലിമിറ്റഡ് ഡേറ്റ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പുകളൊക്കെ മോശമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ബോർഡർ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള പെട്രോൾ പമ്പ് അത്യാവശ്യം വൃത്തിയൊക്കെ ഉള്ളതാണ് കേട്ടോ. അവിടെ തന്നെ ഇറങ്ങിയതിന് ശേഷം പിന്നെയുള്ള പെട്രോൾ പമ്പുകളെല്ലാം വളരെ മോശം കേട്ടോ. അതുപോലെ റോഡിലല്ല 2 സൈഡിൽ നമ്മളിത് നല്ല റോഡൊക്കെയാണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷേ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ പകൽ തന്നെ പോകാമെന്നുള്ളത് തീരുമാനിച്ചത്. അതിനുശേഷം നമ്മൾ കൊണ്ടുപോയി പൊതിച്ചോറും കാര്യങ്ങളൊക്കെ നമ്മളൊരു പമ്പിൻ്റെ സൈഡിൽ പോയിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെയും അവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ അവിടെ നല്ല പൊടിക്കാറ്റുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ വണ്ടിയിൽ ചെറുതായിട്ടൊന്ന് തലോടി പോയിട്ടുണ്ടായിരുന്നു. വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ ചെറിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സ്പീഡ് കുറച്ചായിട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കാര്യം വലിയ ട്രക്കും കാര്യങ്ങളും കൂടുതലും വരുന്നതും അതേപോലെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ചെറിയ വണ്ടിയെ കൊണ്ടുപോകുന്നവരൊന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും. പിന്നെ രാവിലെ സൂര്യോദയം കണ്ടെങ്കിൽ വൈകിട്ട് അസ്തമയമായിട്ട് നമ്മളവിടെ എത്തിയിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മളൊരു 11:30 ആയപ്പോഴാണ് എക്സാക്റ്റ് പോയിന്റിലോട്ട്, നമ്മുടെ ലൊക്കേഷനിലെ എക്സാക്റ്റ് പോയിന്റിലോട്ട് എത്തിയത് കേട്ടോ. സലാലയുടെ ബോർഡർ എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായൊരു ഫീലായിരുന്നു കേട്ടോ. കറക്റ്റ് സലാലയുടെ ബോർഡർ നമ്മൾ കയറിയതും ഇത്രയും നേരം നമ്മൾ വന്ന ക്ലൈമറ്റേ അല്ലായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഫുള്ളങ്ങ് മഞ്ഞായിരുന്നു കേട്ടോ. ഭയങ്കരമായി ഇത്രയും നേരം വന്ന ഒരു ക്ഷീണവും കാര്യങ്ങളും എല്ലാം ഇത് കണ്ടപ്പോൾ തന്നെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര അതിന് മഞ്ഞും മഴയും ഒരു വല്ലാത്ത ഫീലായിരുന്നു കേട്ടോ. പക്ഷേ ഫുള്ള് ട്രക്കും കാര്യങ്ങളുമാണ്. അതുകൊണ്ട് വണ്ടിയൊക്കെ വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നോർമലാണ്. അവിടെ വേറെ മഞ്ഞോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ മാക്സിമം നമ്മളെല്ലാ പെട്രോൾ പമ്പും നമുക്ക് പെട്രോൾ അടിക്കുക കേട്ടോ. കാര്യം ഒരുപാട് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഓരോ പെട്രോൾ പമ്പും വരുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി അവിടെ ഒരു ഹോട്ടൽ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ബുക്കൊന്നും ചെയ്തില്ല. ചെന്നപ്പോഴത്തേക്ക് അവർ കുക്കിങ്ങും കാര്യങ്ങളൊന്നും അലൗഡ് അല്ല എന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ ഏകദേശം നമ്മുടെ ഗ്യാസും കാര്യങ്ങളും എല്ലാം ഒക്കെ എടുത്ത് എല്ലാം സെറ്റപ്പായിട്ടാട്ടോ പോയത്. അപ്പോൾ അവർ കുക്കിംഗ് അലൗഡ് ഒന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ വേറൊരു ലൊക്കേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ 2-3 സ്ഥലത്തൊക്കെ കയറി ഇറങ്ങിയപ്പോഴത്തേക്കും റിയാലും അതേപോലെ തന്നെ നമ്മളെ കാർഡും ഒക്കെ എടുക്കും കേട്ടോ. നമ്മൾ ഓൾറെഡി റിയാൽ ഇവിടെ നിന്ന് തന്നെ മാറ്റിയിട്ട് പോയിട്ടുണ്ടായിരുന്നു സഫാരിയിൽ നിന്ന്. പക്ഷേ അവിടെ ചെന്നപ്പോൾ നമ്മുടെ കാർഡൊക്കെ ആക്സസബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു ഹോട്ടലിലാട്ടോ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് ഏകദേശം 13 റിയാലായിട്ടോ ഒരു റൂമിനായിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല റൂമും നല്ല ക്ലീൻ ആയിട്ടുള്ളതായിരുന്നു. ആദ്യം നമ്മൾ കണ്ട റൂമിൽ എനിക്കൊന്ന് 35 റിയാലോ മറ്റോ ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ കുക്കിങ്ങും അലൗഡ് അല്ലായിരുന്നു. നമ്മൾ 2 സ്ഥലത്ത് വന്ന് കയറിയൊക്കെ ഇറങ്ങി എല്ലാത്തത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമൊക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ സീസൺ അനുസരിച്ച് റൂമിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ് മാറുമെന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് സീസൺ സ്റ്റാർട്ടപ്പ് ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഈ റേറ്റിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരു ചെറിയ സ്റ്റുഡിയോ റൂം
ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ എന്താ ചെറിയൊരു ഫ്രിഡ്ജും ഓവനും അതേപോലെ തന്നെ കുക്കിങ്ങിന് പറ്റിയൊരു എന്താ ചെറിയൊരു ഏരിയയും പിന്നെ നല്ല ക്ലീനായിട്ടുള്ള വാഷ്റൂമൊക്കെ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കട്ടിൽ, ചെറിയ അലമാര, പിന്നെ TV ഉണ്ട്. ഒരു HDMI കേബിള് നമ്മളത് നീളത്തിലുള്ളത് എടുക്കുവാണെങ്കിൽ നമുക്ക് അത് TVയും സെറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ അവിടുത്തെ ചാനൽ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ കുട്ടികളുള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊരു HDMI കേബിൾ എക്സ്ട്രാ നല്ല നീളമുള്ളതൊന്ന് വാങ്ങിച്ച് കേട്ടോ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയുള്ള കുട്ടിയുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.